കേരള പോലീസ് എനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പോലീസിന്റെ മുമ്പിൽ ഹാജരാകാൻ. അപ്പോൾ ഇതാണ് ആ നോട്ടീസ്. നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അടുത്തുള്ളതുകൊണ്ട് ഗ്ലെയർ അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നോട്ടീസ് എന്ന് പറയുന്നത് 14 ദിവസത്തിനുള്ളിൽ ഫെബ്രുവരി 2-ന് ആണ് ഞാൻ നോട്ടീസ് കൈപ്പറ്റിയത്. ഫെബ്രുവരി 2-ന് ഡൽഹിയിലോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. അപ്പം ഡൽഹി യാത്രയ്ക്ക് ശേഷം നോട്ടീസ് കൈപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ട്. 14 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാനായി ഹാജരാകണം എന്നുള്ളതായിരുന്നു. നമ്മുടെ ഹണി റോസ് നൽകിയ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഡൽഹിയിലായിരുന്നു. നമ്മുടെ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട യാത്രയായതുകൊണ്ട് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് തന്നെ ഞാൻ പോലീസിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇതാ ഇമെയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അനീഷ് ജോയ് എന്ന് പറയുന്ന SHOയ്ക്കാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 14, അതായത് മറ്റന്നാൾ, നമ്മുടെ വാലന്റൈൻസ് ഡേ ദിനത്തിൽ 12:30 അദ്ദേഹത്തോട് ഞാൻ സമയം ചോദിച്ചിട്ടാണ് ഹാജരാകുന്നത്. അപ്പം മറ്റന്നാൾ പോകുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ നമ്മുടെ KR മീരയ്ക്കെതിരെയുള്ള പരാതിയും കൊടുത്തത്. KR മീരയുടെ കാര്യത്തിലും എനിക്കൊരു അപ്ഡേറ്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വളരെ സുതാര്യമായി പോകുന്നത് നാളെ ഇതൊരു തർക്കമോ പ്രശ്നമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയുടെ പ്രക്ഷോഭകാലത്തൊക്കെ ഞങ്ങളെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനും ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ സമക്ഷം കാണാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പോലീസിന് എൻ്റെ മുമ്പുള്ള പരാതിയും എൻ്റെ കൂടെയുള്ള കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പോലീസിന് ലൈവായിട്ട് മെയിൽ അയക്കാൻ പോവാണ്. യെസ്, അവർ തന്ന നോട്ടീസ് അറ്റാച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറ്റാച്ച് ചെയ്തു. അദ്ദേഹത്തോട് 12:30 ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ വരി, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പുരുഷ കമ്മീഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ഈ ഫെബ്രുവരി 14 12:30 അനീഷ് ജോയ് സാറിനെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. റിഗാർഡിംഗ് നോട്ടീസ് സെർവ് ടു മീ ഓൺ ഫെബ്രുവരി 2. അതോടൊപ്പം ഞാൻ KR മീരയ്ക്കെതിരെ തന്ന പരാതിയിലും അനീഷ് സാർ ഒരു അപ്ഡേറ്റ് നൽകും എന്ന് വിശ്വസിക്കുന്നു. മെയിൽ അയച്ചിട്ടുണ്ട്. ശരി, മെയിൽ അയച്ചു. ഇനി നമുക്ക് പോലീസുകാരെ വിളിച്ചും ക്ലാരിഫൈ ചെയ്യാം. പോലീസുകാരെ വിളിച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് കാര്യങ്ങൾ വളരെ സുതാര്യമായി കൃത്യമായി ഫോണും കൂടെ വിളിച്ച് വരുന്നുണ്ട്. ഗ്ലെയറിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അല്ലേ സാർ? നമസ്കാരം, ഞാൻ രാഹുൽ ഈശ്വർ ആണേ സാർ. സാർ, എനിക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാജരാകാൻ. അപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി 2-ന് ഞാൻ ആ നോട്ടീസ് കൈപ്പറ്റി 14 ദിവസത്തിനുള്ളിൽ ഹാജരാവണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫെബ്രുവരി 14 മറ്റന്നാൾ ഞാൻ ഹാജരാകാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. സാർ, ആ മെയിൽ കിട്ടിയോന്നൊന്ന് നോക്കാമോ? ഇപ്പൊ സാർ ഒരു മിനിറ്റ് മുമ്പാണ് അയച്ചത്. സാർ ഒന്ന് മെയിൽ. ഇല്ല സാറേ, രാഹുൽ, ഞാൻ മുമ്പ് KR മീരയ്ക്കെതിരെ പരാതി അയച്ച അതേ മെയിൽ ID-യിലാണ് അയച്ചത്. ഞാൻ അയച്ചിരിക്കുന്നത് എൻ്റെ rahulk.eeshwar@gmail.com എന്നാണ്. അയച്ചിട്ടുള്ള ID എന്ന് പറഞ്ഞാൽ shocentral.ekm.pol@kerala.gov.in. സാറിന്റെ സാറിന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അനീഷ് ജോയ് സാറിന്റെ ഇതിലാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം സാറ് എന്താ മറ്റേ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അല്ല, ഞാൻ ഇതിലേക്ക് അയച്ച shocentral.ekm.pol അയച്ചിട്ടുള്ളത്. മെയിൽ പോയി എന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതെ. ശരി സാർ, ഒന്ന് കയറി നോക്കിയേക്കണേ. അപ്പൊ മറ്റന്നാൾ 12:30 സാർ. താങ്ക് യു. 12:30. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിൽ മറ്റേ പുരുഷ കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടി പോയിരിക്കുകയായിരുന്നേ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എത്താൻ പറ്റാത്തത്. 14 ദിവസം എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ. താങ്ക് യു സാർ. താങ്ക് യു. സാറിന്റെ പേരെന്താ സാർ? വിജയ് ഘോഷ്. താങ്ക് യു സാർ. താങ്ക് യു. കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയായും വെടിപ്പായും ചെയ്യണം. അപ്പം കേരള പോലീസിന് എഴുത്തയച്ചു. ഫെബ്രുവരി 14 12:30 പോലീസിനെ കാണുന്നുണ്ട്. KR മീരയ്ക്കെതിരെയുള്ള പരാതി എന്തായാലും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഹണി റോസിന്റെ കേസിന്റെ കാര്യത്തിൽ പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. കാണാം, നമുക്ക് എന്ത് സംഭവിക്കുന്നു കാണാം.